പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ട്രെൻഡായിട്ടുള്ള ഇറാനി ചായയും ബൺ മസ്കയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെയധികം ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. ഇത് രണ്ടും കൂടി കഴിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇത് ഒന്ന് തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചായയും അതുപോലെ ബൺ മസ്കയുമാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇറാനി ചായയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഇറാനി ചായ തയ്യാറാക്കുമ്പോൾ ഇത് ദമ്മ് ചെയ്താണ് തയ്യാറാക്കുന്നത്. ദമ്മ് ചെയ്ത് തയ്യാറാക്കേണ്ടുന്ന എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടുന്നത് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. ഈ പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർക്കാവുന്നതാണ്. കാരണം 2 ഗ്ലാസ് വെള്ളത്തിനാണ്. അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നവർക്ക് അതിനനുസരിച്ച് ചായപ്പൊടി ചേർക്കാവുന്നതാണ്. ഒരുപാട് കുറച്ച് നല്ല കടുപ്പത്തിൽ കിട്ടുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കടുപ്പം കൂടുതൽ വേണ്ടുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ചേർത്താലും മതി. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കാരണം 2 കപ്പ് വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർക്കുക. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ അടയ്ക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവി പുറത്ത് പോവാതിരിക്കുന്ന രീതിയിൽ ദമ്മ് ചെയ്ത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദാമാവ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതേ പരുവത്തിലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ മൂടിയിലേക്ക് നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം മൂടി അടയ്ക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ ആവി പുറത്ത് പോകാതെ ഇരുന്നോളും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നേരം ദമ്മ് ചെയ്യണം. ദമ്മ് ചെയ്തെങ്കിൽ മാത്രമേ നല്ല ആ ഒരു തേയിലയുടെ നല്ല ഒരു കടുപ്പമൊക്കെ ഇറങ്ങി നല്ല ആ ഫ്ലേവറൊക്കെ ഇറങ്ങി ഒട്ടും അതിൻ്റെ ആ മണമൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് ആ ചായയിൽ തന്നെ കിട്ടും. അതിനുശേഷം മൂടി തുറക്കുമ്പോൾ നല്ല കടുപ്പമുള്ള ചായ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 2 കപ്പ് പാല് മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ 2 കപ്പ് വെള്ളം അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാലും കൂടി അളന്നെടുക്കുക. അളന്നെടുത്തതിന് ശേഷം അത് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിളയ്ക്കാനായിട്ട് വയ്ക്കുന്ന സമയത്ത് ഒരു 2 ഏലക്കയുടെ കുരു പൊടിച്ചതും കൂടി അതിലേക്ക്, ഏലക്കയുടെ തോടും കൂടി ചേർക്കണ്ട. അതിന്റെ കുരു മാത്രം എടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചതിന് ശേഷം ചേർക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒരു കറുകപ്പട്ടയും കൂടി, ചെറിയൊരു പീസ് കറുകപ്പട്ടയും കൂടി പൊടിച്ച് ചേർക്കണം. ഇതിൽ ഞാൻ ഏലക്കയും കറുകപ്പട്ടയും കൂടി ഒരുമിച്ച് പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതായത് നമ്മൾ 2 കപ്പ് പാല് വെച്ചിരിക്കുന്നത് ഒരു 1.5 കപ്പ് പാലാവുന്നത് വരേക്കും ഒന്ന് കുറുകി വരുന്നത് വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ കാരണം 1 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും നല്ല ക്രീമി പരുവത്തിലായിരിക്കും ഈ പാല് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഈ പാല് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. മാറ്റി വെച്ചിട്ട് നമ്മളൊരു കപ്പ് എടുക്കുക. ഈ കപ്പിലേക്ക് ആദ്യം തന്നെ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് വേണം പാലൊഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ചായ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആവശ്യത്തിന്, കടുപ്പത്തിന് ആവശ്യത്തിനുള്ള കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വേണം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇറാനി ചായ ഇപ്പോൾ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് കുടിച്ച് നോക്കുമ്പോൾ അറിയത്തുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അത്ര നല്ല ടേസ്റ്റാണ് ഈ ചായക്ക്. അടുത്തതായിട്ട് നമ്മൾ അടുത്തതായിട്ട് ബണ്ണാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബൺ മസ്ക ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ എടുക്കുക. ഒരു 50 ഗ്രാമിന് വേണ്ടിയിട്ട് ബട്ടർ എടുക്കാവുന്നതാണ്. കൂടുതൽ ബട്ടർ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റിയാണ്. പക്ഷേ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ബട്ടർ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ പഞ്ചസാര ആയിരിക്കണം. ഇതും കൂടി ഈ ബട്ടറിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ബണ്ണ് എടുക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. നല്ല ബണ്ണ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം
ഒരുപാട് ദിവസം കഴിഞ്ഞു പോയ അല്ലെങ്കിൽ പഴകിയ ബണ്ണൊക്കെ ആണെങ്കിൽ ഒരു കട്ടിയായിരിക്കും. അങ്ങനെയുള്ള ബണ്ണ് എടുക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് നോക്കി എടുക്കണം. ഈ ബണ്ണ് നടുക്കൂടി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. മൊത്തത്തിൽ ഇങ്ങനെ മുറിച്ച് 2 പീസാക്കി എടുക്കരുത്. ഒരു കുറച്ച് ഭാഗം വെച്ചിരുന്നിട്ട് ബാക്കി എത്രയും മുറിച്ചതിന് ശേഷം ഈ ബട്ടറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത് ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാവുന്നതാണ്. എത്രയും തോനെയും കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന്. പക്ഷെ ഇവിടെ എത്രയും ബട്ടർ ഒരുപാട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ബട്ടർ ചേർക്കുന്നുള്ളൂ. ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിലെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് മുറിച്ചെടുത്ത് ചായയിലേക്ക്, ഇറാനി ചായയിലേക്ക് മുക്കി ഒന്ന് കഴിച്ചു നോക്കണം. വളരെ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഭയങ്കര ഒരു ടേസ്റ്റ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ.